ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട ഒരു സംഭവമാണ്. ഒരുത്തൻ ഒരു സുന്ദരിയെ കെട്ടി, പിന്നീട് ആ സുന്ദരി അവനെ തട്ടി. വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പോകേണ്ടി വന്നു. പുള്ളി നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി പണമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ കാശ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ആഗ്രഹമായിരുന്നു നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടണം. ഇനി അങ്ങനെ ഒരു ചാൻസ് വന്നു. അവൾ നോക്കിയപ്പം അവൾക്ക് അമേരിക്കയ്ക്ക് പോകാം. അവൾ പിന്നെ ആളുടെ കളറോ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല. അമേരിക്കയ്ക്ക് പോകാൻ പറ്റും, സാമ്പത്തികമായിട്ടും അവൻ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി. കല്യാണത്തിന് സമ്മതിച്ചു, കെട്ടി. അവൾ അമേരിക്കയിലും എത്തി. അവൾക്ക് സ്വന്തമായിട്ട് കാലേ നിൽക്കാറായി കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തൊരു കാര്യം, ഇവനെ വിട്ടു, ഇവനെ തട്ടി. എന്നിട്ട് ഇവനെ തട്ടി മാറ്റിയിട്ട് അവൾ ഇഷ്ടപ്പെട്ട വേറൊരാളെ കെട്ടി. അങ്ങനെ ഇവൻ്റെ സകല പ്രതീക്ഷകൾ അസ്ഥാനത്തായി. കുറച്ച് നാളത്തേക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവൾ ഇട്ടിട്ട് പോയി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മാനുഷികമായ പരിഗണനകളോടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാലും പിന്നീട് ഇതുപോലത്തെ ചില തട്ടുകേട് സംഭവിക്കാം എന്നുള്ളത് പല സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഇതിലേതിലാണ് നമ്മുടെ ഫോക്കസ്, അത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ചർമ്മകാന്തി, രണ്ടാമത്തേത് കൃപാ സൗന്ദര്യം. ഞാൻ കേട്ടോ, ഒരു പെണ്ണ് കാണാൻ പോയൊരു ചെറുക്കനോട് ഞാൻ ചോദിച്ചാൽ എങ്ങനെയുള്ള പെണ്ണ്, മറുപടിയായിട്ട് അവൻ പറഞ്ഞത് കാണാൻ വലിയ ഈ കളറ് എൻ്റെ അത്ര പോലും ഇല്ല, അത്രയും ഫെയർ അല്ല, പക്ഷെ അവൾ വളരെ ഗ്രേസ്ഫുള്ളാണ്. മുഖത്തോട്ട് നോക്കിയാൽ അവർ ഒരു കൃപയുണ്ട്, കൃപ, ഗ്രേസ്ഫുൾ. ആ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. സന്തോഷമായിട്ട് അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. ചർമ്മകാന്തി ഉണ്ടായിരുന്നുകൊണ്ടാണോ? അല്ല, ഗ്രേസ്ഫുൾ. അതാണ് അവനെ ആകർഷിച്ച ഒരു കാര്യം. അവിടെ ഞാൻ പറഞ്ഞേ, കൃപാ സൗന്ദര്യമുണ്ട്, ചർമ്മകാന്തിയുണ്ട്. ഇതിലേതാ നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത്? നമുക്ക് കാണാൻ സാധിക്കും. പലരുടെയും കാര്യം എടുത്താൽ കല്യാണത്തിന് മുമ്പ് അവരുടെ ഒരു ലക്ഷ്യം, മോഹം എന്ന് പറയുന്നത്, പലരുടെയും മോഹം കല്യാണത്തിന് മുമ്പ് കാണാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരിക്കണം, ചർമ്മകാന്തി. കല്യാണം കഴിഞ്ഞാലോ പലരുടെയും മോഹം സ്വഭാവം, നല്ല സ്വഭാവം, സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ബിഫോർ യു ഗെറ്റ് മാരീഡ് കീപ് യുവർ ഐസ് ആൻഡ് യുവർ ഇയേഴ്സ് വൈഡ് ഓപ്പൺ. നിൻ്റെ കണ്ണും നിൻ്റെ കാതും കല്യാണത്തിന് മുമ്പ് നന്നായിട്ട് തുറന്നു വെക്കുക. എന്ന് പറഞ്ഞാൽ നല്ലപോലെ പ്രാർത്ഥിച്ച് ആലോചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാവൂ. നമുക്കറിയാം, നമ്മളൊരു ഷർട്ടോ പാൻറ്റോ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലേ ദൂരോട്ട് കളയാം, വേറെ വല്ലവർക്കും കൊടുക്കാം, എന്നിട്ട് വേറൊന്ന് വാങ്ങിക്കാം. ആ ലാഘവത്തോടു കൂടി ചെയ്യാവുന്ന ഒരു കാര്യമല്ല വിവാഹ ജീവിതം. ഇത് തക്കതായ ഒരുക്കം, ദൈവാനുഗ്രഹം, ഇതെല്ലാം ഇതിലേക്ക് ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ കണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അതേ മുറുകെ പിടിച്ചുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടുകൂടിയൊക്കെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ എത്ര നാളുണ്ടായിരുന്നു സന്തോഷപ്രദമായൊരു വിവാഹ ജീവിതം? പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുക്കേണ്ടത് ഗൗരവപൂർവ്വം എടുക്കണം. കല്യാണത്തിന് മുമ്പ് കണ്ണും കാതും നല്ലപോലെ തുറന്നു വെക്കുക. കല്യാണം കഴിഞ്ഞാലോ പകുതി അടച്ചു വെച്ചേക്കുക. എന്ന് പറഞ്ഞാൽ പകുതി കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് വലിയ കുഴപ്പമില്ലാതെ അവരുടെ വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് ആരെല്ലാം ഉപദേശം കൊണ്ട് ചെന്നാലും നോ എനിക്കതൊന്നും കേൾക്കണ്ട. കല്യാണം കഴിഞ്ഞാലോ പിന്നെ ജീവിത പങ്കാളിയുടെ പുറകെയാണ്. അവർ ചെയ്യുന്ന സകല കാര്യങ്ങളും കണ്ടും കേട്ടും അതനുസരിച്ച് പ്രതികരിച്ചും മുമ്പോട്ട് പോകുന്നതിലൂടെ വിവാഹ ജീവിതം കുളവാക്കിയ പല സംഭവങ്ങളുണ്ട്. കല്യാണത്തിന് മുമ്പാണ് കണ്ണും കാതും തുറന്നു വെക്കേണ്ടത്. കല്യാണം കഴിഞ്ഞാൽ പകുതി കണ്ടില്ല കേട്ടില്ല എന്ന ആ മനോഭാവത്തോടു കൂടി ജീവിക്കാൻ തയ്യാറാകുന്നവർക്ക് കുറെ കൂടെ സമാധാനപൂർവ്വം അവരുടെ വിവാഹ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഇന്ന് രണ്ട് ഗണത്തിൽപ്പെട്ടവരെ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇതിൽ ഏത് ഗണത്തിൽപ്പെട്ടവരെയാണ് നമുക്കിഷ്ടം? രൂപവതിയെ കിട്ടുന്നതാണോ ഭാഗ്യവതിയെ കിട്ടുന്നതാണോ? ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ രൂപവതിയാകാൻ പറ്റും. രൂപവതി എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ലുക്കിംഗ് വുമൺ. രൂപവതി, വളരെ കാണാൻ മിടുക്കിയായിട്ടുള്ള ഒരു പെൺപക്ഷി. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ, പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ഭാഗ്യപ്പെട്ടവൻ. എന്തായിരുന്നു കാരണം? പറഞ്ഞേ, പിതാവായ ദൈവത്തിൽ നിന്നും വെളിപ്പെടുത്തൽ ലഭിച്ചവനാണ് നീ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റിയേ. മത്തായി 16, 16, 17 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് രൂപവതിയാണോ ഭാഗ്യവതിയാണോ നിനക്കിഷ്ടം? ഇതിലാരെയാണ് നീ ചൂസ് ചെയ്യുക? അത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 9 2-ാമത്തെ വചനം എടുത്താൽ,
നമ്മൾ ഈ രൂപവതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. സ്ത്രീക്ക് വഴങ്ങരുത്, അവൾ നിന്റെ മേൽ ആധിപത്യം പുലർത്തും. സ്ത്രീ സൗന്ദര്യത്തിന് വഴങ്ങിയാൽ ചിലപ്പോൾ അവൾ നിന്നെ വിഴുങ്ങിയെന്ന് വരും. അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം കൂടി എടുത്താലോ. സ്ത്രീ സൗന്ദര്യം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, ഒരു വശം. മറ്റൊരു വശം ഭാഗ്യവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രഭാഷകൻ 26:1, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. നീ ചൂസ് ചെയ്തത്, നീ തിരഞ്ഞെടുത്തത് രൂപവതിയേക്കാൾ ഭാഗ്യവതിയാണെങ്കിൽ നീ ഭാഗ്യവാനായിരിക്കും. അതാണ് ഇവിടെ പറയുക, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. വീണ്ടും പ്രഭാഷകൻ 26:3 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മഹത്തായ ഒരനുഗ്രഹമാണ് ഉത്തമയായ ഭാര്യ. സുഭാഷിതങ്ങൾ 31:10 കൂടി എടുത്താലോ, അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയാണ്. സുഭാഷിതങ്ങൾ 12:4 വായിച്ചു കഴിഞ്ഞാൽ അവൾ ഭർത്താവിൻ്റെ കിരീടമാണ്. ഇതെല്ലാം ഭാഗ്യവതിയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന, ഒരു ഉത്തമ ഭാര്യയെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നല്ലവർക്ക് ലഭിക്കുന്നത് ജീവനാണ്. നല്ലവർക്കല്ല, നൽകുന്നവർക്ക്, നൽകാൻ മനസ്സുള്ള നല്ല വ്യക്തികൾ, അവർക്ക് ലഭിക്കുന്നത് ജീവനാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വാട്ട് യു റിസീവ് ഗിവ്സ് യു എ ലിവിങ്, ഇറ്റ് ഈസ് വാട്ട് യു ഗിവ്സ് യു ലൈഫ്. നമുക്ക് ജീവിതം ഉണ്ടാകുന്നത്, ജീവിതം അർത്ഥവത്താകുന്നത് നൽകുന്നതിലൂടെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വലിയൊരു ലെസനാണ്, വലിയൊരു പാഠമാണ്. അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന്. സുഭാഷിതങ്ങൾ 31:17 വചനം എടുത്താൽ, ഒരു ഉത്തമ ഭാര്യ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അരമുറുക്കി ജോലി ചെയ്യും. ഇത് ചിലരെക്കുറിച്ച് പരാതി പറയുന്നത് 10 മണിയായാലും എഴുന്നേക്കത്തില്ല, വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല, കല്യാണം കഴിച്ച ആളാ. ഇനി അങ്ങനെയുള്ളവരെ ഒരു ഉത്തമ ഭാര്യയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? സുഭാഷിതങ്ങൾ 31:12 വായിച്ചാൽ, ഉത്തമ ഭാര്യ ആജീവനാന്തം ഭർത്താവിന് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, തിന്മ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരാണ് ഉത്തമ ഭാര്യയാവുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 31:20 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യും. നൽകുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കുക. മറ്റൊരു കാര്യം അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ലക്ഷ്യം തെറ്റിയാൽ പരാജയം ഉറപ്പാണ്. ലക്ഷ്യം തെറ്റാതെ നമ്മൾ ജീവിക്കണം. സങ്കീർത്തനം 126 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യുന്നു. ഇന്ന് ലക്ഷ്യം തെറ്റി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ഒത്തിരി പേരുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സന്തോഷത്തോടെ കെട്ടുന്നു, കണ്ണീരോടെ തിരിച്ചു വരുന്നു. ഇതല്ല നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കാം. ദൈവവചനം സ്വീകരിച്ച നമുക്കിനി നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെയെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.